നമസ്കാരം. ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങൾ താവഴിയായി ആർക്കും പകരാൻ ആളില്ലാത്തതുകൊണ്ടും എൻ്റെ മനസ്സിൻ്റെ അറകളിൽ നിന്നും ശിരോമണ്ഡലത്തിൽ നിന്നും മായ്ഞ്ഞു പോകുന്നതിനു മുമ്പ് പൊതുജനസംശം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടദേവതാ നിർണയം. ജ്യോതിഷത്തിൽ 12 ഭാവങ്ങളെ പറ്റിയും ഓരോ ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൽ 5-ാം ഭാവം, 9-ാം ഭാവം, ലഗ്നം എന്നിവയ്ക്ക് ഇഷ്ടദേവതാ നിർണയത്തിൽ സവിശേഷമായ പങ്കുണ്ട്. ഈ 3 ഭാവങ്ങളെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും ബലമുള്ള ഗ്രഹത്തിന് വിധിച്ചിട്ടുള്ള ദേവതയായിരിക്കും ഇഷ്ടദേവത. ലഗ്നാധിപന് ആ ഗ്രഹവുമായി യോഗമോ പരസ്പര ദൃഷ്ടിയോ മറ്റു തരത്തിലുള്ള പരസ്പര ബന്ധമോ വന്നാൽ ഇഷ്ടദേവത അത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയാം. ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താൽ ലോകപ്രസിദ്ധരായവർ ശ്രീനാരായണ ഗുരുദേവൻ വിദ്യാഭ്യാസത്തിന് ശേഷം 21-ാമത്തെ വയസ്സിൽ മധ്യ തിരുവിതാംകൂറിലെ പുതുപ്പള്ളി വാരണപ്പള്ളി കുടുംബത്തിലെ മഹാനായ സംസ്കൃത പണ്ഡിതനായ രാമൻപിള്ള ആശാന്റെ ശിഷ്യനായിരുന്നു. ഊണിലും ഉറക്കത്തിലും ശ്രീകൃഷ്ണ ഭക്തനായിരുന്ന ഗുരുദേവൻ വാരണപ്പള്ളിയിൽ വെച്ച് ശ്രീകൃഷ്ണൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ അനുഭവമാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതാൻ ഗുരുദേവന് പ്രേരണയായത്. ശ്രീകൃഷ്ണൻ ഗുരുദേവന് ദർശനം നൽകിയ അനുഭവത്താലാണ് ശ്രീകൃഷ്ണ കീർത്തനം എന്ന കീർത്തനം അദ്ദേഹം രചിച്ചത്. നാരായണ ഭട്ടത്തിരിപ്പാടും ഗുരുവായൂരപ്പൻ്റെ ഭക്തനായ ഭട്ടത്തിരി വാതരോഗത്താൽ കഷ്ടപ്പെടുകയും അത് ശമിക്കാൻ 1000 സംസ്കൃത ശ്ലോകങ്ങളാൽ ഗുരുവായൂരപ്പനെ സ്തുതിക്കുകയും സ്വന്തമായി എഴുതിയ ശ്ലോകങ്ങൾ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് രോഗശാന്തി വരുത്തി. ഒരിക്കൽ ഭജനമിരിക്കുന്ന നാരായണ ഭട്ടത്തിരിപ്പാട് ഒരു ദിവസം ഗുരുവായൂരമ്പലത്തിന് വലം വെക്കുമ്പോൾ പൂന്താന നമ്പൂതിരി ശുദ്ധ മലയാളത്തിൽ താൻ എഴുതിയ ജ്ഞാനപ്പാന മേൽപ്പത്തൂരിൻ്റെ മുന്നിൽ സമർപ്പിച്ച് അത് തെറ്റുതിരുത്തി കൊടുക്കണമെന്ന് ബഹുമാനത്തോടെ അപേക്ഷിച്ചു. അന്ന് മലയാള കവിതയോട് പണ്ഡിതന്മാർക്ക് അവജ്ഞയും വിരോധവും പുലർത്തിയിരുന്ന കാലമായിരുന്നതിനാൽ മലയാള ഭാഷാ കവിത മറ്റു വല്ലവർക്കും കാണിക്കാൻ മേൽപ്പത്തൂർ കൽപ്പിച്ചു. ഇത് കേട്ടപ്പോൾ പൂന്താനത്തിന് ദുഃഖവും നിരാശയും തോന്നി. അന്ന് രാത്രി മേൽപ്പത്തൂരിൻ്റെ വാതരോഗം കൂടുകയും വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് മയങ്ങിയപ്പോൾ ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടമെന്നും അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷാ കവിത തിരുത്തിക്കൊടുത്താൽ മാത്രമേ ഈ രോഗം മാറാനുള്ള പ്രതിവിധിയെന്ന് കൽപ്പിച്ചു. പിറ്റേന്ന് തന്നെ മേൽപ്പത്തൂർ അപ്രകാരം ചെയ്തതോടെ അദ്ദേഹത്തിൻ്റെ രോഗം വിട്ടുമാറുകയും ചെയ്തു. ഭക്തി ഉണ്ടായിട്ട് കാര്യമില്ല. അഹങ്കാരം വന്നാൽ അപ്പോൾ തന്നെ ഏതു ഭക്തനും ശിക്ഷ കൊടുക്കും ഗുരുവായൂരപ്പൻ. നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവർ ഈശ്വര സ്വരൂപന്മാരാകുന്നു. പൂന്താനവും ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്ന പൂന്താനത്തിന് പല പ്രാവശ്യം ഗുരുവായൂരപ്പൻ പ്രത്യക്ഷനായിട്ടുണ്ട്. ഒരിക്കൽ പൂന്താനം ഗുരുവായൂരപ്പനെ ദർശിക്കാൻ ഗുരുവായൂരിലേക്ക് തിരിച്ചപ്പോൾ ഒരു പറ്റം കള്ളന്മാർ പുറകെ കൂടുകയും അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തു. കൊട്ടിയൂർ വൈശാഖത്തിന് ഭാഗവതം വായനയ്ക്ക് പൂന്താനത്തിനെയാണ് ക്ഷണിച്ചു വരുത്തിയത്. 5 ദിവസമായിരുന്നു വായന അവസാനിച്ചപ്പോൾ തന്ത്രി ദക്ഷിണയായി നൽകിയതൊരു തങ്കമോതിരമായിരുന്നു. വലത്ത് കൈയുടെ മോതിരവിരലിൽ അദ്ദേഹം അതണിഞ്ഞു. കള്ളന്മാർ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ സാമൂതിരി രാജാവിൻ്റെ മന്ത്രിയായ മാങ്ങാച്ചട്ടൻ്റെ വേഷത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ കുതിരപ്പുറത്ത് വന്ന് പൂന്താനത്തെ രക്ഷിക്കുകയും കള്ളന്മാർ ഓടിപ്പോവുകയും ചെയ്തു. ഇതിൽ സന്തുഷ്ടനായ പൂന്താനം തൻ്റെ കയ്യിൽ കിടന്നിരുന്ന മോതിരം അദ്ദേഹത്തിന് നൽകി. അന്ന് രാത്രി ഗുരുവായൂരിലെ മേൽശാന്തിയുടെ മുന്നിൽ
സ്വപ്നരൂപത്തിൽ പ്രത്യക്ഷനായ ഗുരുവായൂരപ്പൻ തൻ്റെ വിഗ്രഹത്തിൽ കാണുന്ന മോതിരം പൂന്താന നമ്പൂതിരിക്ക് കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചു. സന്താന ഗോപാലം പാടി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂന്താനത്തിനൊരു ഉണ്ണി പിറന്നു. ആ ഉണ്ണിയുടെ ചോറൂണിൻ്റെ തലേ ദിവസം രാത്രി തൻ്റെ കുട്ടിയുടെ തൊട്ടിൽ ആടുന്നതായി പൂന്താനം ഒരു സ്വപ്നം കണ്ടു. തൊട്ടിൽ കിടന്ന ഉണ്ണി പെട്ടെന്ന് കൃഷ്ണനായി മാറുന്നതായിരുന്നു ആ വിചിത്ര സ്വപ്നം. പൂന്താനം ഞെട്ടിയുണർന്ന് തൊട്ടിലേക്ക് നോക്കിയപ്പോൾ ബന്ധുക്കൾ ആരോ അറിയാതെ വലിച്ചെറിഞ്ഞ തുണി മുഖത്ത് വീണത് കൊണ്ട് ഉണ്ണി മരിച്ചു കിടക്കുന്നതായി കണ്ടു. ഉണ്ണിക്കണ്ണൻ തന്നെയാണ് തൻ്റെ ഉണ്ണിയായി പിറന്നതെന്നും ആ ഉണ്ണി അനശ്വരമാണെന്ന് മനസ്സിലാക്കിയ പൂന്താനം കൂടുതൽ ഭക്തനാകുകയും ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റും വേണമോ മക്കളായി എന്ന് പ്രസിദ്ധ വരികളോടെ ജ്ഞാനപ്പാന എഴുതുകയും ചെയ്തു. കവി കുമാരനാശാനും സുബ്രഹ്മണ്യ ദർശനം കിട്ടിയിരുന്നു. സ്വപ്നരൂപത്തിൽ ഭയഭക്തി ബഹുമാനത്തോടെ മയിൽ വാഹനത്തെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ആ അനുഭവത്തിൽ നിന്നാണ് സുബ്രഹ്മണ്യ ശതകം എഴുതിയത്. ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് തൻ്റെ ഇഷ്ടദേവതയായ കാളിയോട് സ്വന്തം മാതാവിനെ പോലെയായിരുന്നു. ഈശ്വരഭക്തി എന്നത് ഒന്നിൻ്റെയും പ്രേരണ കൊണ്ട് നേടുന്ന ഒന്നല്ല. യഥാർത്ഥ ഭക്തനായ പുരുഷന്റെ പ്രയത്നത്തോടൊപ്പം ഈശ്വരകാരുണ്യം കൂടി ഉണ്ടായാലേ ഫലപ്രാപ്തി കൈവരിക്കുകയുള്ളൂ. കഷ്ടങ്ങൾ മനുഷ്യനെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനസ്സിൽ കരുണയുണ്ടാകുന്നതും മനസ്സ് മൃദുവാകുന്നതും. വിഷമങ്ങൾ മനസ്സിൻ്റെ സഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നു. ഇലകൾ ശക്തിയായി കശക്കി പിഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് അമൂല്യമായ വാസന തൈലങ്ങളും മരുന്നുകളും ലഭിക്കുകയുള്ളൂ. അതേപോലെ മനുഷ്യൻ സങ്കടപ്പെടുമ്പോൾ മാത്രമാണ് അവരുടെ സത്യാവസ്ഥയും പുറത്തറിയാൻ കഴിയുന്നത്. അപ്പോൾ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു. അധിക സമയം ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നു. അതിനാൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും സങ്കടങ്ങളും മുഖം മൂടി അണിഞ്ഞു വരുന്ന ദൈവാനുഗ്രഹവും ദൈവസാമീപ്യവും മാത്രമാണ്. കാലത്തിൻ്റെ അതിവേഗതയിൽപ്പെട്ട് ഇടവലം അറിയാതെ തിരിയുമ്പോഴും നമ്മുടെ ആചാരങ്ങളെ തുടർന്നു പോരുന്ന അനവധി ആൾക്കാർ നമ്മോടൊപ്പമുണ്ട്. എല്ലാം അറിയാനും തിരിച്ചറിയാനും ശക്തിയുള്ള ഒരു കൂട്ടം മനുഷ്യർ ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലുമുണ്ട്. ഒരിക്കൽ നിങ്ങളെ ഇകഴ്ത്തിയവർക്ക് തന്നെ നിങ്ങളെ പുകഴ്ത്തിപ്പറയേണ്ടി വരുന്ന സാഹചര്യം കാലം തരും. അതാണ് ഗുരുവായൂരപ്പൻ. ഉത്തര കേരളത്തിലെ ഒരു ഉൾനാട് ഗ്രാമത്തിൽ നിന്ന് സ്ഥലകാല ബന്ധങ്ങളെ അതിജീവിച്ച് ഭാരതപ്പുഴക്കും അപ്പുറം തൻ്റെ വ്യക്തിപ്രഭാവം വിളംബരം ചെയ്യാൻ അവസരം ലഭിച്ചവരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ശ്രീ എടക്കാട് നാരായണ മാഷ്. പ്രാകൃതമായി ലഭിച്ച സംസ്കൃത ജ്ഞാനവും ജ്യോതിഷ പരിചയവും പരസ്പര പൂരകങ്ങളായി വളർത്തിയെടുത്ത് ജ്യോതിഷത്തെ ഒരു ശാസ്ത്രമായി അംഗീകരിപ്പിക്കുകയും ആ ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുകയും പതിനായിരക്കണക്കിന് ശിഷ്ട സമ്പത്തുള്ള ജ്യോതിഷത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ബഹുമാനപ്പെട്ട നാരായണ മാഷിൽ നിന്ന് ജ്യോതിഷ തിലകം ഏറ്റുവാങ്ങാൻ സാധിച്ചു ആദ്യമായി എനിക്ക്. അതും നാരായണനാമനമായ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.